പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെ വാക്യങ്ങൾ. ഈശോ തന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ശിഷ്യന്മാരോട് മുൻകൂട്ടി പറയുന്നത് 3-ാം തവണ പറയുന്നതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നത്. ഈശോ പറഞ്ഞതിന്റെ പൊരുൾ, അതിന്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ പോകുന്നു. പീഡാനുഭവവും ഉത്ഥാനവും ഒക്കെ പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്ക് അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈശോ എന്ന അതിസ്വാഭാവിക മനുഷ്യന് സഹിക്കേണ്ടി വരുമെന്ന് അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഒരു പക്ഷെ ഉത്ഥാനം എന്ന ആശയം അവർക്ക് ബോധ്യമായിട്ടില്ല. ഈശോ താബോർ മലയിൽ രൂപാന്തരീകരണം ഒക്കെ കാണിച്ചെങ്കിലും അവർക്ക് ഈ ഉത്ഥാനം എന്താണെന്നുള്ള കാര്യം സത്യത്തിൽ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്കും ചില സഹനങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ഇതൊക്കെയാണ്. ഞാൻ നന്നായിട്ട് ജീവിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു, ഈ സഹനങ്ങൾ വരുന്നു? അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഉത്ഥാനം എനിക്ക് കിട്ടുമോ? ഈ ശിഷ്യന്മാരുടെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ മനസ്സിനെയും ഭരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് ഉത്ഥാനം എന്ന കാര്യം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ, അതിൻ്റെ ഗ്ലോറി, മഹത്വം മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് ആദ്യം പറഞ്ഞ കാര്യം മാത്രം മനസ്സിലായി അതിൽ മാത്രം മനസ്സ് ഉടക്കി നിന്നുപോയി. ഈശോയ്ക്ക് പീഡ സഹിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും, ആ കാര്യത്തിലേക്കാണ് അവരുടെ ശ്രദ്ധയും ചിന്തയും കൂടുതലായി പോയത്. നമുക്കും വേദനകളിലേക്കും കുരിശുകളിലേക്കും മരണത്തിലേക്കും പരാജയത്തിലേക്കും മാത്രമാണ് ശ്രദ്ധ കൂടുതലായി പോകുന്നതെങ്കിൽ ഉത്ഥാനത്തിന്റെ സന്തോഷവും മഹിമയും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അതുപോലെ തന്നെ ഈ പീഡാനുഭവവും കുരിശു മരണവും സംഭവിച്ചെങ്കിലേ ഒരു ഉത്ഥാനം, അതിനെല്ലാം കീഴടക്കുന്ന ഒരു ഉത്ഥാനം വരും എന്ന കാര്യം മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉത്ഥാനത്തിന്റെ പ്രാധാന്യം വരണമെങ്കിൽ അതിനു മുമ്പിൽ ഒരു മരണവും സഹനവും സംഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സഹനങ്ങളും പരാജയങ്ങളും മരണങ്ങളും ഒക്കെ നമുക്ക് വരാൻ ഇരിക്കുന്ന അതിലും വലുതായ മറ്റൊരു മഹത്വത്തിന്റെ മുന്നോടി മാത്രമാണെന്ന് കരുതി നമ്മുടെ വിഷമങ്ങളെയും പരാജയങ്ങളെയും രോഗങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഒരു കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ കൂടെ ഈശോയിൽ നിന്ന് സ്വീകരിക്കാനുള്ള അനുഗ്രഹത്തിന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹനങ്ങൾ, പരാജയങ്ങൾ, മരണങ്ങളൊക്കെ വരാനിരിക്കുന്ന വലിയൊരു മഹത്വത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ചിന്ത ഈ പരാജയത്തിലും ദുരിതത്തിലേക്കും മാത്രം പോകാതെ അതിനപ്പുറത്തുള്ള ഉത്ഥാനത്തിലേക്ക് ചെന്നെത്തി നിൽക്കാനുള്ള, ഞങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ മഹത്വത്തെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് മനസ്സ് കൂടുതലായി ഊന്നാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.